ദിനകർ കോട്ടക്കുഴി എന്നാണ്. ദളിത് കൂട്ടായ്മയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഞങ്ങളിന്ന് ഈ ഒരു മാധ്യമ സമ്മേളനം ഇവിടെ വിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നമ്മളെല്ലാം ഇന്ന് കേരളം മുഴുവനും അറിഞ്ഞ വളരെ ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി സിന്ധു എന്ന് പറയുന്ന ദളിത് സ്ത്രീക്കെതിരെ വംശീയമായ അധിക്ഷേപം നടത്തിയ വെള്ളനാട് ശശി എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ നാളിതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പത്രസമ്മേളനം ഞങ്ങളിവിടെ നടത്തുന്നത്. വളരെയധികം ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. ഒരു കുറ്റകൃത്യമല്ല ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, നിരവധി കുറ്റങ്ങളാണ് ഈ വെള്ളനാടി ശശി എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണകക്ഷിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായ ഇദ്ദേഹത്തെ ഈ സർക്കാർ സംരക്ഷിക്കുന്നു, പോലീസ് സംരക്ഷിക്കുന്നു എന്നുള്ളത് വളരെ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാര്യം ദളിത് സമൂഹങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിക്കും ദളിത് വിഭാഗത്തിൽപ്പെട്ട സംഘടനകളിൽപ്പെട്ട ഞങ്ങൾ മാത്രമല്ല, ഈ പൊതുസമൂഹം മുഴുവനും ഇത്തരം പ്രവണതയ്ക്കെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കടമയാണ്. പ്രത്യേകിച്ചും മാധ്യമ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, മാധ്യമ ധർമ്മങ്ങൾ ഇത്തരം അനീതികൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പം നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദേശമായ ഈ ഒരു സ്ഥലത്ത് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അവർ സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അവരെ ജാതീയമായി അധിക്ഷേപിക്കുക, അവർക്ക് വാഹനങ്ങളിൽ അവരുടെ ഈ ഈ ഒഫീഷ്യൽ വാഹനം ഉപയോഗിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് തടസ്സം നിൽക്കുക, പഞ്ചായത്ത് പ്രസിഡന്റിന് ഈ വാഹനം രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഈ പഞ്ചായത്ത് സെക്രട്ടറി അത് തടഞ്ഞു. അദ്ദേഹം സ്വന്തമായിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തമായിട്ട് അദ്ദേഹം ഒരു ഓർഡർ തയ്യാറാക്കി ഇറക്കിയിരിക്കുകയാണ്. ഓർഡറുകൾ സാധാരണ സർക്കാരാണല്ലോ പുറത്തിറക്കുന്നത്. എനിക്ക് വാഹനം കൊണ്ടുപോകുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി വേണ്ട, സെക്രട്ടറിക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ ഈ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് ശമ്പളം കൊടുക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ ഈ വാഹനത്തിന്റെ അധികാരി? നമ്മൾ ഈ നിയമവശങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പറയപ്പെട്ട പഞ്ചായത്തിന്റെ അടക്കമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ എല്ലാം അവകാശവും അതിന്റെ കസ്റ്റോഡി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പം അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തമായിട്ട് ഇതേ രാത്രി സമയത്തിന് എന്തിനാണ് ഈ വെള്ളനാട് ശശി എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാത്രി സമയത്ത് സർക്കാർ വാഹനത്തിന്റെ ആവശ്യം എന്താണ്? അത് മനസ്സിലാക്കിയപ്പോൾ ആ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ മണ്ണ് എടുപ്പ് നടക്കുകയാണ്. ആ മണ്ണെടുപ്പ് നടക്കുന്നതിന് പാസ്, പണ്ട് ജിയോളജി വകുപ്പായിരുന്നു ഈ പാസ് കൊടുക്കുന്നത്, ഇപ്പൊ പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഈ പാസുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ആ പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുന്ന പാസ് അമിതമായിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് വ്യാപകമായ രീതിയിലുള്ള മണ്ണ് കടത്തൽ നടത്തുകയായിരുന്നു. അത് മണ്ണ് മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്നത് പോലും ഈ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഈ വെള്ളനാട് ശശിയാണ്. അത് തടഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് പാസ് അടിച്ചു. നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. സ്വന്തമായിട്ട് പാസ് അടിച്ചുകൊണ്ട് മണ്ണ് കടത്താനുള്ള സംവിധാനം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുക്കി കൊടുക്കുക. അദ്ദേഹം കോൺഗ്രസിനകത്ത് നിന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആളാണ്. ആ സമയത്ത് കോൺഗ്രസിനകത്ത് നിരവധി അഴിമതികൾ ഇദ്ദേഹം നടത്തിയ പേരിലാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇദ്ദേഹം ഇപ്പം CPM-ലോട്ട് ചേർന്നുകൊണ്ട് CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇദ്ദേഹം. അത് എന്ത് പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് പുള്ളി? ഹീസ് നോട്ട് എ പൊളിറ്റീഷ്യൻ, ഹീസ് എ ബോൺ ക്രിമിനൽ. അദ്ദേഹം ഏതാണ്ട് 25ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ പറയപ്പെട്ട വെള്ളനാട് ശശി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല. പോലീസിന്റെ മുന്നിൽ ഈ തിരുവനന്തപുരം സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹം കയറി ഇറങ്ങി നടക്കുകയാണ്. 2 ദിവസം മുമ്പ് തമ്പാനൂർ പോലീസ് ഇദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നു. അതായത് ഈ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്ത ആദ്യം എടുത്ത പരാതി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം FIR ഇട്ട് അദ്ദേഹത്തിന്റെ പേരിൽ എടുത്ത കേസിന് ജാമ്യം എടുക്കാൻ വേണ്ടി 2 ദിവസം മുമ്പ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി. ആ സമയത്ത് ഈ പോലീസിന് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. നമ്മളെല്ലാവരും അറിഞ്ഞായിരുന്നു, മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ ഈ മുള്ളംപന്നിയെ അടിച്ചു വന്ന കേസിൽ ഇദ്ദേഹം ഒളിവിൽ പോയെന്ന്. ആ ഒളിവിൽ പോയ ആളാണ് ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി എത്തി. പോലീസുകാർ ജാമ്യം ഒരുക്കി കൊടുത്തിട്ട് അദ്ദേഹത്തിനെ അനുസ്യൂതം പുറത്തു പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഈ ഭരണത്തിന്റെ മറവിൽ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കേരളത്തിലെ
വിവിധ ദളിത് സമുദായത്തിൽപ്പെട്ട സംഘടനകളുടെ പ്രതിഷേധം കൃത്യമായിട്ട് അറിയിക്കുകയാണ്. ദളിത് സമര സമിതിയുടെ നേതൃത്വത്തിൽ 10ഓളം ദളിത് സംഘടനകൾ 21-ാം തീയതി കാട്ടാക്കട DYSP ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുകയാണ്. ഈ മാർച്ചിന്റെ മുഖ്യമായ ആവശ്യം ഈ വെള്ളനാട് ശശി എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളയുന്നത് അടക്കമുള്ള സമര പരിപാടികളിലേക്ക് ഞങ്ങൾ കടക്കേണ്ടി വരുമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചു. ഹിന്ദുവിന് നേരെയുള്ള ആക്രമണം ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ സമയം എന്ന് പറയുമ്പോൾ 6 മാസം മുമ്പ് ഒരു അക്രമം നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് അവരെ മുറിക്കകത്തിട്ട് പൂട്ടി. ഒരു പഞ്ചായത്ത് സെക്രട്ടറി, അതൊരു സ്ത്രീയാണ്, ഒരു ദളിത് സ്ത്രീയാണ്. അവരെ പഞ്ചായത്ത് ഓഫീസിനുള്ളിലിട്ട് ഇദ്ദേഹം പൂട്ടിയതിനു ശേഷം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസിന്റെ സഹായം തേടി അവിടെ എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം മുറി തുറന്നു കൊടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പഞ്ചായത്ത് സെക്രട്ടറി തന്നെ പല പ്രാവശ്യം ഇദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇദ്ദേഹം വഴിയിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നു. വംശീയമായിട്ട് അവരുടെ പേരിൽ ഉപയോഗിച്ച ആ തെറികളൊന്നും മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അത്രയും രൂക്ഷമായ രീതിയിലുള്ള തെറിയാണ് ഈ സ്ത്രീക്കെതിരെ ഈ വെള്ളനാട് ശശി എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തി വന്നിരിക്കുന്നത്. പഞ്ചായത്തിൽ UDFന്റെ 4 അംഗങ്ങളാണുള്ളത്, ബാക്കിയെല്ലാം LDFന്റെ അംഗങ്ങളാണ്. പഞ്ചായത്തിൽ ശരിക്കും 44 ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന പഞ്ചായത്തിൽ ഈ പ്രസിഡന്റിനെ ഭയന്ന് പലരും ജോലി ചെയ്യാൻ വരാതെ ലീവ് എടുത്തുകൊണ്ട് മാറി. ഇപ്പോൾ 5 പേരോ 4 പേരോ വെച്ചിട്ടാണ് ആ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ സമരത്തിൻ്റെ അവ്യക്തതയെക്കുറിച്ച് ദളിത് കൂട്ടായ്മയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ദിനകർ കോട്ടക്കുഴി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഞങ്ങൾ ഈ SC/ST സംയുക്ത സമരസമിതിയുടെ 2ാമത്തെ ഒരു സമരമാണ്. ഈ കഴിഞ്ഞ ഒരു സമരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 2023 സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാട്ടാക്കടയിൽ വിവാഹം കഴിഞ്ഞ് 14ാമത്തെ ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ഉണ്ടായി. ആ കേസ് പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടായി. നിലവിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിന് ഗാർഹിക പീഡന നിയമം അനുസരിച്ച് ആ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ വീട്ടുകാരെ കേസിൽ പ്രതി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഇതൊന്നും 2023 പന്നിയോട് മരണപ്പെട്ട ഭർത്താവിൻ്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സോനയുടെ വിഷയത്തിൽ പോലീസ് എടുത്ത തെറ്റായ നടപടിയിൽ ഈ സംയുക്ത സമരസമിതി ഇടപെടുകയും ഞങ്ങൾ ഇതേപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ചും DYSP ഓഫീസ് ഉപരോധവും സംഘടിപ്പിച്ച് സമരം മുന്നോട്ട് പോയതിൻ്റെ പേരിലാണ് അവിടെ കൊച്ചിൻ്റെ വീട്ടുകാർക്ക് നീതി കിട്ടിയത്. അത് പാന്തിപങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ പോലീസ് ഇവിടെ പല കേസുകളിലും ഇവിടെ മറച്ചു വയ്ക്കുകയാണ്, അല്ലെങ്കിൽ കുറ്റവാളികളെ രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ വിഷയം, ഇപ്പോൾ സിന്ധു എന്ന് പറയുന്ന ഒരു വനിത, നമ്മൾ അവർ ഏത് സമുദായമായിക്കോട്ടെ, ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുക്കാതെ അവിടെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ആ സ്ത്രീയെ കൂട്ടമായി ആക്രമിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇവിടെ പല പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സർക്കാരിൻ്റെ സ്ത്രീ വിമോചനവുമായി തന്നെ കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ ജംഗ്ഷനുകളിലും ഇവിടുത്തെ വിവിധ പഞ്ചായത്തിൻ്റെയും ഭരണ കേന്ദ്രങ്ങളുടെയും കീഴിൽ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞ് പല പദ്ധതികളിലൂടെയും ജനങ്ങളിലേക്ക് ബോധവൽക്കരിക്കുന്നു. പക്ഷേ ഇവിടെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഇതേപോലുള്ള അതിക്രമങ്ങൾക്ക് ചെറുക്കുവാനോ ശബ്ദമുയർത്തുവാനോ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ മറ്റ് സംഘടനകളോ ഒന്നും രംഗത്ത് വരുന്നില്ല. അത് എന്താണെന്നുള്ളത് മാധ്യമങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഈ നാളത്തെ ദിവസം കേരളത്തിൽ വനിതാ ദിനമായിട്ട് ഇവിടുത്തെ സർക്കാരിൻ്റെ കീഴിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വനിതാ ദിനം ആചരിക്കുന്നുണ്ട്. ഈ വനിതാ ദിനം ആചരിക്കപ്പെടുമ്പോഴും ഇവിടുത്തെ സാധാരണപ്പെട്ട നിലാരംബരായിട്ടുള്ള സ്ത്രീകൾ അതിക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു ശബ്ദമുയർത്തുവാൻ ആരും തന്നെ തയ്യാറല്ല. ഇപ്പോൾ വെള്ളനാട് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഈ സ്ത്രീ അവിടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിന്ധു എന്ന് പറയുന്ന ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അവിടെ ജോലി പ്രവേശിച്ചതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന ശ്രീ വെള്ളനാട് ശശി അനധികൃതമായ രീതിയിലുള്ള മണ്ണ് ഇടിച്ചു കൊണ്ടുപോകുന്നതിലേക്ക് പാസ് ലഭിക്കുവാൻ ആ ഓഫീസിൽ ചെല്ലുകയും ഒപ്പിട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അത് നിരസിച്ചതിൻ്റെ പേരിൽ ആദ്യത്തെ കുറ്റകൃത്യം വെള്ളനാട് ശശി നടത്തുന്നു. അവരെ കയ്യേറ്റം ചെയ്യാൻ നമ്മൾ മീഡിയയിലെല്ലാം വന്നതാണ്. ആദ്യത്തെ കുറ്റകൃത്യം
അവിടെ നടക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ ഈ ഓഫീസിനകത്ത് അതിക്രമിച്ച് കയറി അവരെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ വീഡിയോകളും മറ്റെല്ലാത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് അയാൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും പഞ്ചായത്ത് വാഹനം, ഇപ്പോൾ ഇവിടെ ദിനകർ കൊട്ടക്കോഴി നമ്മുടെ ദിൽക്കുട്ടയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പഞ്ചായത്തിൻ്റെ വാഹനം അദ്ദേഹത്തിനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് വഴിയിൽ വാഹനം തടയുന്നു, അതിൻ്റെ ചാവി വലിച്ചൂരുന്നു, അദ്ദേഹത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ ജാതീയമായി അധിക്ഷേപിക്കുന്നു. അതിൽ 2026 97 നമ്പർ FIR ഇട്ടുകൊണ്ട് ആര്യനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ദുർബലമായ വകുപ്പുകളാണ് പോലീസ് അവിടെ ചുമത്തിയിരിക്കുന്നത്. അതായത് ഭരണപക്ഷത്തുള്ള വെള്ളനാട് ശശി എന്ന് പറയുന്ന ആളെ നിരവധി കേസുകളിൽ പ്രതിയാണ് അദ്ദേഹം. അവിടെ കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയും കൊച്ചിനെയും ഹോട്ടൽ നടത്തുന്ന ഒരു അമ്മയും കൊച്ചിനെയും അവിടെ വഴിയിൽ അവിടെ അവർ അതിക്രമിച്ച് കയറിയ കൊച്ചിനെ കയ്യേറ്റം ചെയ്യുകയും അടിക്കുകയും ആ സ്ത്രീ അടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പോലീസ് ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പേ തന്നെ വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തുകൊണ്ട് ഒരു സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകളുള്ള ഈ വെള്ളനാട് ശശി ഈ കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഉണ്ടാകുന്ന ഈ കേസിൽ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിരിക്കുന്നത്. അതായത് ജാമ്യം ലഭിച്ച് പോകുന്നതിലേക്ക് വേണ്ടി. അപ്പോൾ രണ്ടാമത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 21 വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടറെ കാണാൻ പോയതിന് ശേഷം ഓഫീസിൽ വന്ന പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും തടയുകയും അവിടുത്തെ ഈ ജീപ്പിൻ്റെ ഡ്രൈവർ, പഞ്ചായത്ത് വാഹനത്തിൻ്റെ ഡ്രൈവറെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ കുനിച്ചു നിർത്തി ഇടിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. അദ്ദേഹം പാർട്ടിക്കാരനായതുകൊണ്ട് പരാതി കൊടുക്കുവാൻ തയ്യാറായില്ല, ആ കേസും കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആ ദിവസമാണ് വീണ്ടും സെക്കൻഡ് FIR ഉണ്ടാവുന്നത്. അതിൽ ആ ദിവസമാണ് പഞ്ചായത്ത് സെക്രട്ടറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. അവർക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു അവിടെ കേക്ക് മുറിക്കുന്ന കത്തി എടുത്തുകൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും പോലീസ് അവിടെ വന്ന് അവരെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ ആര്യനാട് പോലീസ് പരാതി കൊടുത്തെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. സംയുക്ത സമര സമിതിയും ഇടപെട്ട് ഒരു പരാതി കാട്ടാക്കട DYSP കൊടുത്തു. അതേപോലെ തന്നെ സെക്രട്ടറിയും ഒരു പരാതി DYSP കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ രണ്ടാമത് ഒരു സെക്കൻഡ് FIR എടുത്തിട്ടുണ്ട്. അത് 149/2026 എന്ന് പറയുന്ന ഒരു FIR ആണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു FIR ആണ്. അതിൽ കടുത്ത ജാമ്യം കിട്ടാത്ത ഒഫൻസ് തന്നെയാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. പക്ഷെ അത് പോലീസ് സ്വമേധ ചുമത്തിയതല്ല, അത് ദളിത് സമിതിയുടെ നേതൃത്വത്തിൽ പോലീസുമായി സംസാരിക്കുകയും അതിന് കൃത്യമായി വകുപ്പുകൾ ചുമത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മൊഴിയെടുത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ FIR എടുത്തിരിക്കുന്നത്. ഈ FIR നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസിൽ അദ്ദേഹം വരികയും അതൊരു നാടകീയമായി ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കേസുകൾ നിലവിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ മുള്ളംപന്നിയുടെ ഒരു കാര്യം പറഞ്ഞു. ആ മുള്ളംപന്നിയുടെ ഒരു സംഭവത്തിൽ ഈ കഴിഞ്ഞ ഒരു 7-8 മാസത്തിന് മുമ്പേ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ റാപ്പ് ഗായകൻ വേടൻ ഒരു പുലി നഖം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിഞ്ഞു എന്ന് പറഞ്ഞ ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്ര പ്രാവശ്യമാണ് കേരളത്തിൻ്റെ പോലീസ് അതിക്രമിച്ച് കയറിയത്? അദ്ദേഹത്തിന് എത്ര പ്രാവശ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ബലാത്കാരമായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളനാട് ശശി ഈ വന്യജീവി ഷെഡ്യൂളിൽപ്പെട്ട ഒന്നിൽപ്പെട്ട ഒരു ജീവിയാണ് മുള്ളംപന്നി എന്ന് പറയുന്നത്. അപ്പോൾ ആ മുള്ളംപന്നിയെ അടിച്ചു കൊല്ലുന്ന ദൃശ്യമാധ്യമ കാര്യങ്ങൾ നമ്മളെല്ലാം നേരിട്ട് കണ്ടതാണ്. എന്തുകൊണ്ടാണ് വേടന് ഒരു നിയമം, വെള്ളനാട് ശശി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു നിയമം? അങ്ങനെയാണോ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾക്ക് ചെയ്യുന്ന ആൾക്ക് കൃത്യമായി ഭരണഘടന അനുശാസിക്കുന്ന കുറ്റം എല്ലാവരും ഒരേപോലെയാണ്. ആ തുല്യത ഇവിടെ കാണിക്കാതെ വെള്ളനാട് ശശിയെ സംരക്ഷിക്കുകയും എന്നാൽ ദളിതനായ റാപ്പ് ഗായകനെ സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കാനും അയാളെ അപമാനിക്കുവാനും അറസ്റ്റ് ചെയ്യാനും തയ്യാറായ പോലീസ് എന്തുകൊണ്ടാണ് വെള്ളനാട് ശശിയെ ഇതുവരെയായിട്ടും അറസ്റ്റ് ചെയ്യാത്തത്? ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന FIR അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ചുള്ള ഒരു FIR ഇട്ടിട്ടുണ്ട്. പോലീസ് ഇത് ചെയ്യണം, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ സംയുക്ത സമരസമിതി ഞങ്ങളുടെ ആവശ്യം. ഇത് ഞങ്ങൾ 21-ാം തീയതി, ഈ വരുന്ന 21-ാം തീയതി കാട്ടാക്കട DYSP ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. ഇതിനുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ട മാന്യത സംസ്ഥാന പോലീസ് കാണിക്കണം. അല്ലാത്ത പക്ഷം ഈ നേരത്തെ പറഞ്ഞതുപോലെ സമരം വ്യാപിപ്പിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ഒരിക്കലും ഒരു വർഗീയത പറയാനോ
അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് 10 വർഷക്കാലമായി ഇവിടെ വർഗീയതയില്ല, വർഗീയ കലാപങ്ങളില്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. വർഗീയ കലാപങ്ങളില്ലാത്തത് അത് പാർട്ടിയുടെ കഴിവുകൊണ്ടല്ല, ഇവിടുത്തെ ഭരണവർഗത്തിൻ്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് കേരളത്തിലെ അഹോരമാത്രമുള്ള പട്ടികജാതി ദളിത് വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കന്മാരും അതിൻ്റെ പ്രവർത്തകരും ഇന്ത്യൻ ഭരണഘടനയോട് ഉറച്ച് വിശ്വസിക്കുകയും നീതി തേടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിയമത്തെ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് വർഗീയ കലാപങ്ങൾ കേരളത്തിൽ നടക്കാത്തതിൻ്റെ കാരണം. അല്ലാതെ മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്ത അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പട്ടികജാതി ദളിത് വിഭാഗങ്ങൾ സമരം ചെയ്യുമായിരുന്നു. ആ സമരത്തെ കലാപങ്ങളാക്കി മാറ്റുകയും അതിന് ഞങ്ങളുടെ സഹോദരങ്ങളെ പൂർവികരായിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കേസുകൾ പ്രതിയാക്കി ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി. ആ സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ ഞങ്ങളെപ്പോലുള്ളവർ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാതെ നിയമത്തെ ആശ്രയിച്ചുകൊണ്ട്, ഭരണഘടന ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നീതിപൂർവമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. അതുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ട് ഈ പത്രസമ്മേളനം നടത്തുവാൻ ഞങ്ങൾ ചെയ്തത്. ഈ വിഷയം നിങ്ങളെല്ലാവരും വ്യക്തമായി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യണം. ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു നീതി, ഒരു വനിത എന്നുള്ള നിലയ്ക്ക് ഒരു നീതി ലഭിക്കുവാൻ ഉള്ള ഒരു സഹായം ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ കാണിക്കണമെന്ന് മാത്രമാണ്. കാട്ടാക്കട DYSP വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 25ഓളം കേസിലെ പ്രതിയാണ് ഈ വെള്ളനാട് ശശി. DYSP പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഒരു DYSPക്ക് വളരെ കൃത്യമായിട്ട് അറിയാം 25ഓളം കേസിൽ വരുന്ന പ്രതിയായ വെള്ളനാട് ശശിയാണെന്ന്. പക്ഷേ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പം ഈ 2 ദിവസം മുമ്പ് ഫേക്ക് ന്യൂസുകൾ വന്നിരുന്നു, വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം വന്നിരുന്നു. അത് സ്ഥിരീകരിക്കാനാണ് ഞാൻ വിളിച്ചത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പോലീസ് കൃത്യമായിട്ട് സംരക്ഷിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ പറയപ്പെട്ട തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മൂക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ 25ഓളം കേസിലെ പ്രതി ഇവിടെ വന്നിട്ട് ജാമ്യം എടുത്ത് അദ്ദേഹം പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റ് കേസുകൾ FIR ഇട്ടിരിക്കുന്ന ഈ കേസിലെ പ്രതി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അദ്ദേഹത്തിന് പുറത്തു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് DYSP ഓഫീസിലേക്ക് 21-ാം തീയതി നടക്കുന്ന മാർച്ച് ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോകും.